അബ്ദുൽ ഖാദിറേ, അബ്ദുൽ ജബ്ബാറേ, മുജാഹിദേ, അബ്ദുൽ അസീസേ, സക്കരിയ, വായിച്ചോ. പടച്ചോന്റെ അതില്ലേ, അല്ലാണ്ട് പ്രിയപ്പെട്ട മൗലവി അബ്ദുൽ ജബ്ബാർ മൗലവി എന്ന് പറയില്ല. ഇനി അതിന്റെ പേരിൽ കുറ്റം പറയണ്ട, അള്ളാന്റെ കോടതിയാ പറഞ്ഞു. ഇനി അത് നാളെ ക്ലിപ്പിംഗ് ഇട്ട് അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞില്ലേ, അത് എപ്പിനെ പറ്റിയല്ലേ, മോനെ പുറത്താക്കണ്ടേ എന്ന് നാളെ ചോദിക്കണ്ട. അള്ളാന്റെ കോടതിയിൽ അങ്ങനെ ഒരു കിതാബ് കിട്ടുമ്പോഴുള്ള അവസ്ഥയാ പറഞ്ഞു. മനസ്സിലായോ? അങ്ങനെ ഒരു കിതാബ് കിട്ടുമ്പോ അതിലുണ്ടാവൂലേ ഈ നുണ. പിന്നെന്താ ഒരു കാര്യം, നമുക്ക് കുറെ പുണ്യം കിട്ടൂ. ആളുകൾക്കിടയിലൊക്കെ ഇറങ്ങി ചെല്ലുമ്പോ ആളുകൾ ചിലപ്പോൾ വളരെ മോശമായിട്ടൊക്കെ ആയിരിക്കും നമ്മളെ നോക്കുക. ഇപ്പൊ മെനയാന്ന് എനിക്ക് ചിരി വരിക, ഞാനും കാന്തപുരം ഒന്നിച്ചൊരു ട്രെയിനിൽ ഒരുപാട് പരിവാരങ്ങളായിട്ട് ഉസ്താദ്. ഞാൻ അവിടെ കിട്ടിയൊരു ചാൻസിന് TTR-ഓട് ചോദിച്ചു, മംഗലാപുരത്തുനിന്ന് വരിക, TTR-നോട് ചോദിച്ചു അയാളുടെ പിന്നെ സീറ്റ് ഏതെങ്കിലും ഒഴിവുണ്ടോ? ആ ഉണ്ട്. അപ്പോ അതിന് സാധാരണ നിയമം അനുസരിച്ച്, സർക്കാർ നിയമം അനുസരിച്ച് ബില്ലൊക്കെ അടിച്ചതിൽ ഇങ്ങനെ കുത്തിരിക്കാൻ. കോഴിക്കോട്ട് എത്തിയപ്പോ ഞങ്ങൾ രണ്ടാൾക്ക് ഇറങ്ങേണ്ട കോഴിക്കോടാ. ഈ കുട്ടികളുടെ കൂടെ ഉസ്താദ് ഇറങ്ങി ഇങ്ങനെ നടക്കണം, മൂപ്പരുണ്ട് കുട്ടികളുണ്ട്. ഞാൻ അതിന്റെ തൊട്ട് ബാക്കിലായിട്ട്, ഞാൻ മുന്നിലായിട്ട് ഇങ്ങനെ നടക്കുക. അപ്പൊ കുട്ടികള് ബാല ചേർന്ന് വരുന്ന മൂപ്പര് ഇങ്ങനെ ചിരിക്കുക ഉസ്താദ്. കാരണം മൂപ്പർക്ക് പിന്നെ ഏതായാലും ബാലാന്ന് വിളിക്കാൻ പറ്റുമല്ലോ, കാരണം മൂപ്പര് പോലെ ലീഡറല്ല എന്തായാലും. ബാല എന്ന് ഇങ്ങനെ വിളിക്കുക. ഞാൻ കുറെ സമയം അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ഇത് വിടുന്നേ ചുറ്റിലും നിന്നിട്ട് ഇങ്ങനെ ബാല ബാല, എന്തോ ആശ്വാസം ഉണ്ടാവുമായിരിക്കും, അള്ളാഹുവല്ലോ അതിനൊരു സമാധാനം ഉണ്ടാകുമായിരിക്കും. ആയിക്കോട്ടെ, നമുക്ക് എന്താ വിരോധം, ഒരു പ്രശ്നമില്ല. നിങ്ങൾ നോക്കുക, അനസുമോലെ ഇന്നപ്പം വിളിക്കണ എന്തറിയോ, മണിയാശാൻ. മണിയാശാൻ എല്ലാം കേൾക്കന്നെ. നിങ്ങൾ നോക്കി, അനസുമോലെ ഇന്നെ വിളിക്കണേന്ന് എന്താണ്, മണിയാശാൻ. ഒരു വിശുദ്ധ വലു അന്നഹും ഇന്നലമു എന്ന ആയത്തിൽ ഞാൻ കോട്ടി മാറ്റി കൃത്രിമത്തെ കാണിച്ചു എന്നാ പറയണേ. അതൊക്കെ ഉദ്ധരിക്കുമ്പോ എന്നെ പറ്റി അനുസരിച്ച് പറയുന്നു നമ്മുടെ പ്രിയപ്പെട്ട മണിയാശാൻ. ഈ മണിയാശാൻ ഏതാ മണി, അതും നിങ്ങൾ മനസ്സിലാക്കണം. തൊടുപുഴയിലെ വിവാദ പ്രസംഗം നടത്തിയ MM മണി ഉണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റുകാരൻ. അതുകൊണ്ട് ഞാൻ മണിയാശാനാണ് എന്നാ പറയണേ. എന്റെ വാപ്പ 1972 ഉമ്മ എന്നെ പ്രസവിച്ചവോ മുജാഹിദ് എന്ന് പേര് വെച്ച്. ഏറ്റവും ചുരുങ്ങിയ AP അബ്ദുൽ ഖാദർ മൗലവിനെ പൊലിപ്പിച്ച് ഞങ്ങൾക്ക് ബഹുമാനം ഉണ്ടെന്ന് വരുത്തിയാ പോരാ. AP അബ്ദുൽ ഖാദർ മൗലവി എഴുതിയ EK ബന്നൂര് പിന്നെ മൗലവിയായിട്ട് നടത്തിയിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ടല്ലോ വാദപ്രതിവാദങ്ങളെ കുറിച്ച്. ആ വാദപ്രതിവാദങ്ങളിലൂടെ എന്നുള്ള പുസ്തകത്തിൽ വായിച്ചാൽ AP പറഞ്ഞൊരു വാചകമുണ്ട്. നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി ആരാ നിങ്ങൾക്കറിയോ? 1972 പൂനൂര് വാദപ്രതിവാദം നടന്നപ്പോ ഒരു ഉമ്മാക്ക് പ്രസിക്കാൻ വാപ്പ മുജാഹിദ് എന്ന് പേര് വെച്ച മനുഷ്യനാണ്, ആ പ്രബോധകനാണ് നമ്മുടെ വേദിയിൽ ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്കിലും ഒന്ന് വായിക്കാം. എനിക്ക് മണിയച്ചൻ നല്ല പേര് വെച്ചത്, എനിക്ക് പേര് വെച്ചത് മുജാഹിദ് എന്നാണ്. വലിയ പ്രഗത്ഭനായ ഒരു താബഈന്റെ പേര് ഒരു പിതാവ് ആത്മാർത്ഥമായിട്ട് വെച്ചാണ്. അതൊക്കെ മാറ്റി വെച്ച് മണിയാശാൻ എന്നാ പറയും. എനിക്ക് അതിനൊരു വിധവുമില്ല. നിങ്ങള് ആ ക്ലിപ്പിംഗ് നിങ്ങളൊന്ന് കാണണം. ഞാനൊരു 1, 2, 3 എണ്ണപ്പെട്ട ക്ലിപ്പിംഗ് മാത്രം. എന്തറിയോ, ഇവിടെ ഞാൻ പറഞ്ഞിട്ടും എന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സുന്നികൾക്ക് വേണ്ടി മറുപടി കൊടുത്തപ്പോണ്ടായ ഒരു സംഭവം. ആ സംഭവത്തിൽ സത്യത്തിൽ എന്താണ് ധാരണപ്പശക് എനിക്ക് പറ്റിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അതൊരു ധാരണപ്പശകാണ്. ഞാൻ അപ്പോഴും ഓർത്തത് എന്താണ്, തെറ്റ് പറ്റുന്നവരാണ് ആദമിന്റെ മക്കള്. വലം യുസിറു അലാമാ ഫഅലു വഹും യഅലമൂൻ. പക്ഷെ നിങ്ങൾ കേൾക്കണ്ടേ, ആ തെറ്റെനിക്ക് പറ്റിയത് എടുത്തിട്ട് കോട്ടിമാട്ടി സഖാഫിമാര് എന്നെ എരപ്പാക്കി പ്രസംഗിച്ചു. എവിടെ? ആലുവേല കണ്ടംപറയല്. അതിന് മറുപടി പറയാൻ പോയ ആളാരാന്ന് കേൾക്കണ്ട നിങ്ങൾക്ക്? നമ്മുടെ ബഹുമാന്യനായ അനസ് മൗലവി. എന്നിട്ട് എന്നെ പ്രൊട്ടക്ട് ചെയ്ത് ബഹുമാന്യനായ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ അങ്ങനല്ല സക്കാഫി, ഉടുപ്പ് വേണം, നാണം വേണം എന്നൊക്കെ പറഞ്ഞ മൂപ്പര് എന്നെ മറുപടി. എന്നിട്ട് ഇപ്പം മൂപ്പര് ചെയ്തെന്തറിയോ, അന്ന് സക്കാഫി ഇട്ട് തെറ്റിദ്ധരിപ്പിച്ച ഭാഗം സക്കാഫിമാർ നിങ്ങൾ വാങ്ങി, എന്നിട്ട് അതിട്ട് കളിപ്പിച്ചിട്ട് അന്ന് സക്കാഫി എന്റെ നെഞ്ഞത്ത് കയറിയ മാതിരി മൂപ്പരൊറ്റ കേട്ടോ. എന്നിട്ട് നിങ്ങൾ പറയും ഇയാള് സത്യസന്ധനാണോ? അതിനാദ്യം ഇയാൾ എന്നെ കുറിച്ച് പറയുന്നേ ആ ഭാഗം നിങ്ങൾ കേൾക്കുക. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞുകൂട്ടിയ വർത്തമാനങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വിശുദ്ധ ഖുർആനിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളത്. സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ വ്യക്തി തന്നെ പ്രസംഗിച്ച ഒരു പ്രസംഗം, ആ പ്രസംഗത്തിലെ ഒരു പരാമർശം
പ്രസംഗിക്കുകയാണ്. ഇതൊരാൾ എടുത്ത് ക്ലിപ്പാക്കിയിട്ട് കേരളത്തിൽ ഇറങ്ങിയിട്ട് പൊതുജനങ്ങളോട് പറയാ, അല്ല നമ്മുടെ ബാലുശ്ശേരിക്കാരൻ മൗലവി എന്ന് പറയുന്ന ആള് അള്ളാന്റെ പേരിൽ കൃത്രിമം കാണിച്ചിരിക്കുന്നു. കാരണം വലൗ അന്നഹും എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത് ഖുർആനിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 103-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നു, വലൗ അന്നഹും ആമനൂ വത്തഖൗ ലമതൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈറുൻ ലൗ കാനൂ യഅലമൂൻ. വിശുദ്ധ ഖുർആനിലെ ആയത്ത് തുടങ്ങിയത് വലൗ അന്നഹും എന്ന് പറഞ്ഞുകൊണ്ടാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ സൂറത്ത് മാഇദയിലെ 66-ാമത്തെ ആയത്തിൽ കാണാം, വലൗ അന്നഹും അഖാമുത് തൗറാത വൽ ഇൻജീല വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം തുടങ്ങിയത് വലൗ അന്നഹും എന്ന് പറഞ്ഞുകൊണ്ടാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ മറിച്ചാൽ കാണാം, അതേ സൂറത്തു തൗബയിലെ 59-ാമത്തെ ആയത്ത്, വലൗ അന്നഹും റദൂ മാ ആതാഹുമുല്ലാഹു വറസൂലു. വീണ്ടും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ കാണാം, സൂറത്തു ഹുജറാത്തിലെ 5-ാമത്തെ ആയത്ത്, വലൗ അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും വല്ലാഹു ഗഫൂറുർ റഹീം. 4 ആയത്ത് ഖുർആനിലുണ്ട് വലൗ അന്നഹും എന്ന് തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാൽ എന്താ തോന്നുക, ഖുർആൻ ഒറ്റ ആയത്തില്ല എന്നാണ്. സംശയമുണ്ടോ? ഒറ്റ ആയത്തില്ല. കാര്യം മൂപ്പര് സോളിഡ് പ്രൂഫും സിമെന്റ് പ്രൂഫ് ഒക്കെയാണ്. അങ്ങനെയാണ്, വെറുതെ ഒന്നും പറയൂല. സോളിഡ് പ്രൂഫ് ഉണ്ടാവും, പിന്നെ സിമെന്റ് ഉണ്ടാവും, പിന്നെ കട്ട ഉണ്ടാവും. അങ്ങനെ വെച്ചിട്ട് മൂപ്പര് മേസ്തിരി പണി നടത്തല ഇടക്കിടക്ക്. അപ്പൊ ഇത് കേൾക്കുമ്പോ സാധാരണക്കാർ വിചാരിക്കും ഇങ്ങനെയൊക്കെ തന്നെ, ഇത് ഇദ്ദേഹം പറയുന്ന പോലെ തന്നെ നല്ല 4 ആയത്ത് ഖുർആനിലുണ്ട്. പക്ഷെ ഞങ്ങളൊരു കൃത്രിമമായിട്ട് കണക്കാക്കണല്ലോ, ഒരു വിവരക്കേടായിട്ടേ മനസ്സിലാക്കുന്നുള്ളൂ. നിങ്ങളൊരു ഖുർആൻ ഒരു കൃത്രിമം കാണിച്ചാൽ ഞങ്ങൾ ഒരിക്കലും പറയില്ല, നിങ്ങളുടെ വിവരക്കേടായിട്ട് തന്നെ മനസ്സിലാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ തിരുത്തിയല്ലോ. ഇപ്പോ ഞാനിത് മഞ്ചേശ്വരത്ത് ഇട്ടിട്ട് പറഞ്ഞു മൗലവി 4 ആയത്ത് ഖുർആനിലുണ്ട്, നിങ്ങൾ വലൗ അന്ന ഒറ്റ ആയത്തില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. നിങ്ങൾക്ക് തെറ്റ് പറ്റിയാണെങ്കിൽ തിരുത്തണം. അദ്ദേഹം തിരുത്തി. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം തിരുത്തി. പക്ഷെ ഞാൻ അന്ന് 3 ദിവസത്തേക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു. സഹോദരങ്ങളെ, തിരുത്തിയിട്ട് പിന്നെയിട്ട് ഒരു സ്ഥലത്തിന്റെ പച്ചർച്ചി തിന്ന അങ്ങളിപ്പോ കേട്ട് ഞാൻ തിരുത്തി എന്നുള്ള ഒടുവിലല്ലേ പറയുന്നത്. സഹോദരങ്ങളെ, തിരുത്തിയ പിന്നെ അതിട്ടിട്ട് പിന്നെ എന്നെ വിമർശിക്കാവോ? തിരുത്തിയാൽ അൽഹംദുലില്ലാഹ് ഒരു വിശ്വാസിന്റെ ക്വാളിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കിയല്ല. നിങ്ങൾ ആലോചിക്കണം. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? ഇപ്പൊ എന്നെ വിവരക്കേട് കാര്യം എന്നൊക്കെ പറഞ്ഞല്ലോ, സുന്നികളിട്ട ക്ലിപ്പിങ്ങിന്റെ ബാക്കി എന്താ? അപ്പൊ എനിക്ക് ധാരണ പെശക വന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതാരാ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നിങ്ങൾക്കറിയോ, ഞാൻ പെരുമ്പാവൂർ ചെന്നു കഴിഞ്ഞ ആഴ്ച. അവിടുത്തെ പ്രവർത്തകർ ഓടി വന്നു, കുറെ ചെറുപ്പക്കാര്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയോ, ഞാൻ ഇതുവരെ അറിയാത്തൊരു കാര്യമായിരുന്നു അത്. ഈ വലൗ അന്നഹും മൗലവിമാര് സഖാഫിമാർ അവിടെ ക്ലിപ്പിംഗ് ഇട്ടു, തെറ്റിദ്ധരിപ്പിച്ചു. അപ്പൊ AP സുന്നികളിലെ മുജാഹിദുകളുമായി ബന്ധമുള്ള ചെറുപ്പക്കാര് അവിടെ വന്നിട്ട് നിങ്ങളുടെ ബാലുശ്ശേരി ഖുർആനിലെ വമ്പിച്ച അട്ടിമറി നടത്തി എന്നൊക്കെ പറഞ്ഞപ്പോ അതിന് മറുപടി പറയാൻ അവിടുത്തെ പ്രവർത്തകർ നമ്മുടെ അനസ് മൗലവിനെ കൊണ്ടുവരികയാണ്. ഞാൻ ഈ അനസ് മൗലവിക്ക് എന്ത് പറ്റി എന്നാണ് വിചാരിക്കുന്നത്. അനസ് മൗലവിനെ കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് കേൾക്കണോ, 7 മണിക്ക് തുടങ്ങേണ്ട പ്രോഗ്രാം 7:00 തുടങ്ങി. എന്തേ അതിന് കാരണം എന്നറിയോ? എനിക്ക് അബദ്ധാണോ പറ്റിയേ, ധാരണ പെശകാണോ പറ്റിയെന്ന് നോക്കാൻ അനസ് മൗലവി ആ കേസറ്റ് ഫുള്ള് കേട്ടു. ആ ഭാഗം കേട്ടു. ആ ഭാഗം 1/2 മണിക്കൂർ കേട്ട് അത് ക്ലിപ്പിംഗ് ആക്കി അനസ് മൗലവിയോട് മറുപടി പറഞ്ഞു. എന്നിട്ട് എന്തുണ്ടായിന്നറിയോ? AP സുന്നികളിൽപ്പെട്ട യുവാക്കള് പരിപാടി കഴിഞ്ഞവന്ന് പറഞ്ഞു, ബാലുശ്ശേരിനെ കുറിച്ച് മൊയ്ലിയാമാര്, ഞങ്ങളുടെ ഉസ്താദുമാര് തെറ്റിദ്ധരിപ്പിച്ച തിരുത്തി തന്നതിന് നിങ്ങൾക്ക് നന്ദിയുണ്ട് എന്ന് അനസ് മൗലവിയോട് പറഞ്ഞു. 500 ആളെ ഹാജരാക്കാൻ പറ്റും എനിക്ക്. ഞാനിത് അപ്പ അറിയണത്. ഞാൻ പറയാം, എന്തെന്നറിയോ? പടച്ചോൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താ അറിയോ? അബദ്ധം പറ്റി അത് കേട്ട അപ്പൊ തന്നെ അനസ് മൗലവി ഇങ്ങനെ ക്ലിപ്പിംഗ് ഇടുന്നുണ്ട്, എന്നെ പരിഹസിച്ചുകൊണ്ട് മണിയച്ചാൻ എന്നൊക്കെ പറയുന്നുണ്ടെന്ന് കേട്ടപ്പോ ഞാനത് കേട്ടു. അബദ്ധമാണ്, ധാരണ പെശകാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെയും പറഞ്ഞിരുന്നു, ഹമീദ് ഫൈസി വിളയിൽ നൂഹ് നബീന്റെ കാലത്താ പ്രളയം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു, ലൂത്ത് നബീന്റെ കാലത്താന്ന് പറഞ്ഞു. ധാരണ പെശ ചില സമയത്ത് അങ്ങനെ മനുഷ്യർക്ക് സംഭവിക്കും. അതൊക്കെ ആരാ ക്ലിപ്പിംഗ് ഇടുക എന്നറിയോ? എതിർക്കാൻ കഴിയാത്തോണ്ട് നാണം കെടുത്തുക. അപ്പൊ നമ്മുടെ പ്രസംഗം ആളുകൾ കേൾക്കൂലല്ലോ. ആയത്ത് തിരുത്തിയ ആളാണെന്ന് പറഞ്ഞ ആളുകൾ കേൾക്കൂല. സ്വാഭാവികമാണ്. കാരണം ഖുർആൻ അനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിലും ഖുർആനോട് സുന്നത്തിനോടൊക്കെ ആളുകൾക്ക് ഒരു സ്നേഹവും ബന്ധമുണ്ട്. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കലായിരുന്നു സഖാഫിമാരുടെ ദേശം. ആ സഖാഫിമാരുടെ ഉദ്ദേശത്തെ പൊളിച്ചെയ്തി എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അനസ് മൗലവി അന്ന് പ്രസംഗിച്ച് നിങ്ങൾക്ക് കേൾക്കണ്ടേ? നിങ്ങൾ ആലോചിച്ചു. അന്ന് ഞാൻ എല്ലാവരോടും ഇറങ്ങി ചോദിച്ചു. അന്ന് ഫുള്ളായിട്ട് ആ കേസറ്റ് കിട്ടുമോ എന്ന് അവർ പറഞ്ഞു. അന്ന് വീഡിയോയിൽ പകർത്തിയിട്ടില്ല. ഞാൻ പടച്ചവനോട് പ്രാർത്ഥിച്ചു, ഇൻഷാ അല്ലാഹ്
ആ ശബ്ദം എന്റെ കൈകളിൽ കിട്ടും ഇൻഷാ അല്ലാ. കാരണം ഞാൻ അത്ര വേദനിച്ചിട്ടുണ്ട്. സമസ്തക്കാരോട് ഞാൻ പറയാം, അതെനിക്ക് പറ്റിയ ഒരു ധാരണ പിശകാണ് സുഹൃത്തുക്കളെ. അതിന്റെ പേരിൽ എന്നെ കുരിശിലേറ്റിയ നിങ്ങൾക്ക് സന്തോഷാവോ? ആയിക്കോളി. പക്ഷേ മഅ്ശറയിൽ എന്റെ റബ്ബ് എന്നെ ഒന്നും ചെയ്യില്ല. കാരണം എന്റെ റബ്ബ് ഒരു വിശ്വാസിക്കുണ്ടാകണം എന്ന് പറഞ്ഞതിനെ ഞാനതിൽ പൂർത്തീകരിച്ചു. ഇൻഷാ അല്ലാ അതിനെനിക്ക് എന്റെ റബ്ബ് പ്രതിഫലവും തരും. പക്ഷേ അന്ന് ഞാൻ വിവരക്കേടാ പറഞ്ഞ്, എന്റെ വിവരക്കേടിന് എന്തിന് അനസുമോലെ മറുപടി പറഞ്ഞു? എനിക്കതിൽ അനസിനോടുള്ള വിയോജിപ്പ് എന്താണെന്നറിയോ? എനിക്ക് തെറ്റ് പറ്റിയാണെങ്കിൽ അനസുമൗലവി അതിന് മറുപടി പറയാനാ വരേണ്ടത്. ബാലുശ്ശേരിക്ക് പറ്റിയ തെറ്റിന് ഞാൻ മറുപടി അറിയാൻ പോവില്ല എന്നല്ലേ പറയേണ്ടത്? അല്ലെങ്കിൽ തെറ്റാ പറ്റിയത് ഞാൻ ഇന്ന് വരെ ഒരാളെ ന്യായീകരിച്ചിട്ടില്ല. സത്യമാണ്. ഒരു മുജാഹിദ് പ്രവർത്തകനെ പറ്റിയ തെറ്റിനെയും ന്യായീകരിച്ചിട്ടില്ല. ന്യായീകരിക്കേണ്ട കാര്യമല്ല. തെറ്റാണോ? തെറ്റാണ്, സംഭവിച്ചു പോയതാണ്, മനുഷ്യരല്ലേ, മാപ്പാക്കി കളയും എന്ന് പറഞ്ഞാൽ ചെറുതാകുവോ? എനിക്ക് തോന്നിയിട്ടില്ല. മനുഷ്യന്റെ മനസ്സിൽ വലുതാവും. അങ്ങനെയാ നിങ്ങൾ തെറ്റ് തിരുത്താൻ തയ്യാറുണ്ടോ? അതെനിക്ക് പറ്റിയ തെറ്റാണ്, ഞാൻ തിരുത്താൻ തയ്യാറ് എന്ന് പറയുന്നതിനോട് കൂടി തന്നെ ഓലമെല്ല പ്രശ്നം തീർന്നേ. ഇതിനല്ലാതെ പ്രശ്നം വർദ്ധിപ്പിക്കാനല്ല. കാരണം തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. ഭൂമിയിൽ ഫസാദോ കുഴപ്പമോ ഒന്നും ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കില്ല. പിന്നെ അനുസൂലവേ അന്നേ സ്റ്റേജ് കയറാൻ വരട്ടെ, നമുക്ക് ബാലിച്ചേന പ്രസംഗം ഒന്ന് കേൾക്കാം. അത് ആ ഭാഗം ഫുള്ള് കേട്ടു അനുസൂല ആത്മാർത്ഥമായിട്ട് അതിന് മറുപടി പറയാൻ. ആ മറുപടി പറയുന്ന ഭാഗം ഒരു ചെറിയ അവ്യക്തത ഉണ്ടാവുമെങ്കിലും അതായത് ശബ്ദത്തിന് അതൊരു അന്ന് കുട്ടികളുടെ മൊബൈലിൽ പകർത്തിയാണ്. അത് നിങ്ങൾ സൂക്ഷിച്ച് കേട്ട് അനസുമോലി അന്ന് എന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല, ഞാൻ അറിഞ്ഞത് തന്നെ എന്താണ് കഴിഞ്ഞ ആഴ്ചയാണ്. അള്ളാഹുവിന്റെ ഓരോ പടച്ചോൻ വല്ലാഹു ഖൈറുൽ മാകിരീൻ എന്നാണല്ലോ. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ള ഒരു സംഗതിയാണത്. സ്വാഭാവികമായി അത് അനസുമോലി എനിക്ക് വേണ്ടി അത് ഞാൻ എന്താണ് സത്യവുമാണ് അനസുമോലി പറഞ്ഞത് അതിന്റെ ക്ലിയർ. പക്ഷെ അന്ന് എന്റെ ഈ ഇപ്പം വിവരക്കേട് എന്ന് പറഞ്ഞ വിവരക്കേടിന് അന്ന് അനസുമോലിയെ കൂട്ടിക്കാൻ പാടുണ്ടായിരുന്നോ? അത് എന്നെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിവരക്കേട് പറ്റിയിട്ടുണ്ട്, സക്കാഫിമാരെ അട്ടതെങ്കിലും അതൊരു വിവരക്കേടാണ്, തിരുത്തേണ്ടതാണ് എന്നാണ് പറയേണ്ടത് എന്ന് ഞാനൊക്കെ മനസ്സിലാക്കണേ. പക്ഷെ അതല്ല ഉണ്ടായത്. ഇനി നിങ്ങൾ കേട്ടോളൂ. എന്ന ഒരു ആയത്തിനില്ല. ആ പ്രസംഗം കാണിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ടാണ് ആ സ്റ്റാളിൽ നിന്നാണ് ആ സീഡി സംഭവിക്കുന്നത്. നിങ്ങൾ മുന്നിലുള്ള ആ സ്റ്റാളിൽ നിന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന പേരിൽ പുറത്തിറങ്ങിയ സീഡി, ഈ സീഡിയിൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഇവർ ധൃതിയാക്കിയായിരിക്കുന്ന ഒരു ആയത്ത്, വലൗ അന്നഹും ഇല്ലമോ അൻഫുസഹും ജാഊക വസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്നൊരു ആയത്തിനെ അവർ ധൃതിയാക്കിയായിരിക്കുന്നുണ്ട്. ആ ആയത്തിനെ സൂചിപ്പിച്ചിട്ട് മുജാഹിദുമാർ ചിലരെ വലൗ അന്നഹും എന്നൊരായത്ത് ഇവര് ഒരു മുസ്ലിമോട് ചോദിച്ച് അങ്ങനെ ഒരു ആയത്ത് അത് ഖുർആനിലില്ല, അങ്ങനെ തുടങ്ങുന്ന ഒരു ആയത്ത് ഖുർആനിലില്ല. ഇതാ അദ്ദേഹം പ്രസംഗിക്കുന്നത്, അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. ആ തുടങ്ങുന്ന ആയത്ത് ഖുർആനിലില്ല, ഇല്ല. വലൗ അന്നഹും തുടങ്ങുന്ന ആയത്ത് ഖുർആനിലില്ല എന്നാണ് ഒരു സ്ഥലത്ത് പ്രസ്താവിച്ചത്. ഞാൻ പറഞ്ഞില്ല ഒരു ആയത്തില്ല ഖുർആൻ. സത്യ വലൗ അന്നഹും തുടങ്ങുന്ന ഒരു ആയത്തില്ല, അത് ആയത്തിന്റെ പാതി ഭാഗം. وما أرسلنا من رسول إلا ليطاع بإذن الله ولو أنهم ظلموا. മനസ്സിലായോ? അങ്ങനെയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടോ ഈ നാട്ടുകാര്. എങ്ങനെ ഖുർആൻ അങ്ങനെ വരവെന്ന് തുടങ്ങുന്ന ആയത്തില്ല, പിന്നെ എങ്ങനെയുള്ളത് ഉള്ളതെങ്ങനെയെന്ന് ചോദിച്ചാൽ وما أرسلنا من رسول إلا ليطاع بإذن الله ولو أنهم ظلموا أنفسهم جاءوك. എന്നിവരെ ഓടിക്കേൽപ്പിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിലില്ല. വലവന്നവും ആയത്ത് തന്നെ ഖുർആനിലില്ല എന്ന് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുക. ഏത് ആയത്തിനെ കുറിച്ചാണ് മുജാഹിദ് ബാലുശ്ശേരി ഉദ്ദേശിച്ചത്? അത് അദ്ദേഹം തന്നെ അതേ കാസറ്റിൽ ഓടിത്തെറിഞ്ഞു. അതിന് മുമ്പുള്ള ആയത്ത് എന്താണ് എന്ന് അദ്ദേഹം തന്നെ ഓടിത്തെറിഞ്ഞു. ഇല്ലേ മാന്യ സഹോദരങ്ങളെ? എന്നാൽ അത് കേൾപ്പിക്കാതെ ഇവരിങ്ങനെ വിശുദ്ധ ഖുർആനിലെ വേറെ കുറെ ആയത്തുകൾ എടുത്തു വെക്കുകയാണ്. മൗലവി ഉണ്ട് എന്ന് സൂറത്തുൽ ബഖറയിലെ 103-ാമത്തെ ആയത്തിലുണ്ട്. അതുപോലെ സൂറത്തുൽ ഹുജറാത്തിന്റെ 5-ാമത്തെ ആയത്തിൽ വലൗ അന്നഹും സബറൂ ഹത്താ തഖ്റുജ ഇലൈഹിം ആയത്തുണ്ട്. പിന്നെയോ വീണ്ടും ഓതുകയാണ്. എത്രയോ വിത്തരായും അതേ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ തൗബയിലെ 59-ാമത്തെ ആയത്തിൽ വലൗ അന്നഹും റളൂ മാ ആതാഹുല്ലാഹു വറസൂലുഹു എന്നുണ്ട്. എന്ത് ചെയ്യാൻ? ഇതെന്താ പറയാ? മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ് ഉദ്ദേശിച്ച ആയത്തേതാ? അദ്ദേഹം തന്നെ പറയാ. അദ്ദേഹം ഉദ്ദേശിച്ച ആയത്ത് ഏതാണ്? വിശുദ്ധ
സൂറത്തുൻ നിസായിലെ 69-ാമത്തെ ആയത്ത് അത് തുടങ്ങുന്നത് വലൗ അന്നഹും എന്നല്ല. പിന്നെങ്ങനെ അദ്ദേഹം തന്നെ ഓദിത്തന്നല്ലോ, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ് വലൗ അന്നഹും ഇല്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ ഫസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഇങ്ങനെയുള്ളത് അദ്ദേഹം തന്നെ ഓദിത്തന്നു എന്റെ തുടക്കം ഇല്ലേ? എന്നാ മാന്യ സഹോദരങ്ങളെ, ഈ ആയത്തിനൊരു സഖാഫി എന്തെടുത്തു? തിരുത്തി. സുലൈമാൻ സഖാഫി എന്ന് പറയുന്ന ഈ ആയത്തിനെ തന്നെ തിരുത്തി. അങ്ങനെ പറയുന്നത് വലൗ അന്നഹും ഇല്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു എന്നത് ഇയാൾ റസൂലാന്നാക്കി. റസൂൽ എന്നുള്ളത് റസൂലാന്നാക്കിയിട്ട് അതിനൊപ്പിച്ച് അർത്ഥം എഴുതാൻ ശ്രമിച്ചു. തിരുത്ത ഖുർആനായി. അപ്പൊ ഖുർആൻ തന്നെ തിരുത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മാന്യ സാധനങ്ങൾ ഈ രൂപത്തിലുള്ള ആരോപണങ്ങൾ പറയുന്നത് നമുക്ക് അത്ഭുതപ്പെടാനില്ല. കാരണം ഇവരിത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അത്ഭുതമുള്ളൂ. സഹോദരങ്ങളെ, ഞാനിതിനെന്താ പറയേണ്ടത്? മുസ്ലിയാക്കന്മാരുടെ നിലവാരത്തെ ശക്തമായി വിമർശിച്ച അനസ് മൗലവി അവർ ചെയ്ത അതേ തന്ത്രം എന്റെ പേരിൽ ചെയ്താൽ നിങ്ങൾ വിധി എഴുതണം. ഈ ആളുടെ പ്രസംഗം കേൾക്കാൻ സ്റ്റേജ് കെട്ടുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ അള്ളാഹുവിന്റെ ശത്രുവിനെയാണ് സഹായിക്കുന്നത്. വളരെ വളച്ചുകെട്ടില്ലാതെ ഹൃദയത്തിലുള്ള തുറന്നു പറയുന്ന ഒരാളെന്ന നിലക്ക് ഒരു മുനാഫിക്കിനെയാണ് നിങ്ങൾ കൊണ്ടെടുക്കുന്നത്. നിങ്ങൾ ആലോചിക്ക്, എന്റെ അവസ്ഥ വിശദീകരിച്ച് ഞാൻ എന്താണോ എനിക്ക് പറ്റിയത് അത് എന്നിട്ട് ഈ വിശദീകരണം കഴിഞ്ഞപ്പോ AP സുന്നി കുട്ടികൾ വന്നിട്ട് പറഞ്ഞ എന്താ അറിയോ, മൗലവിമാർ ഇങ്ങനെയല്ലേ, ആ ഉസ്താദ്മാരല്ലേ ഞങ്ങളെ നയിക്കണത് എന്ന് ചോദിച്ച് നമ്മളോട് സോഫ്റ്റ് മൈൻഡായി പിരിഞ്ഞു പോയ കുട്ടികൾ ഇന്ന് ജീവിച്ചിരിക്കുന്നു. ഞാൻ അവരിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ആളുകളെ കണ്ടു. അന്ന് ഞാൻ പടച്ചോനെ സ്തുതിച്ചതിന് കയ്യും കണക്കില്ല. കാരണം എന്റെ റബ്ബ് എന്റെ ഉദ്ദേശത്തെ വിജയിപ്പിച്ചിരിക്കുന്നു. അതിലൊരു കാര്യം കൂടി ഞാൻ പറയാം, നമുക്ക് ഇഖ്ലാസോടുകൂടി നമ്മൾ ജീവിക്കുന്നതിനിടയിൽ വാക്കിലോ നമ്മുടെ ഊത്തിലോ എവിടെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ പടച്ചോൻ തന്നെ നമ്മളെ സഹായിക്കും. അതിന്റെ ഏറ്റവും വലിയ രേഖ നിങ്ങൾ ശരിക്കും മനസ്സിലായിക്കോളെ. എത്ര സ്ഥലത്ത് അനുസമല ചെയ്തിട്ടിട്ട് എന്റെ ഇറച്ചി തിന്നു എന്നറിയോ? എത്രയോ സ്ഥലങ്ങളിൽ. എനിക്കതിൽ അത്ഭുതമില്ല. കാരണം അനസുമലിനെ കുറിച്ച് എല്ലാവർക്കും ഇപ്പൊ ഒരു ധാരണ ഉണ്ട്. എല്ലാ സംഘടനകൾക്കും സംഘാടകർക്കും അദ്ദേഹത്തെ കുറിച്ച് ഒരു ധാരണ ഉണ്ട്. ഞാൻ ചോദിക്കുന്നു, ഇതൊക്കെ ഇങ്ങനെ ഇട്ടു വിചാരിക്കുക. എന്നാലും അനസുമലിനെ അംഗീകരിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പറയും. നിങ്ങൾക്ക് എന്ത് പറ്റിയെന്നാണ് ചോദിക്കുന്നത്. രാവും പകലും പോലും തിരിച്ചറിയാനാകാത്ത വിധം നിങ്ങൾ എങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടു? സക്കാഫിമാർ എനിക്കെതിരെ കോട്ടിമാട്ടി ചെയ്തൊരു പണിക്ക് മറുപടി കൊടുത്ത് അവരെ തിരുത്തിക്കൊടുത്ത് അതിന്റെ പേരിൽ ഒരു നാട്ടിൽ നല്ലൊരു പ്രസംഗിച്ചൊരു നല്ലൊരു ആവേശം മുജാഹിദൊക്കെ ഉണ്ടാക്കിയിട്ട് അതേ സക്കാഫി ചെയ്ത അതേ പണി നിങ്ങൾ ചെയ്തില്ലേ? പരലോകം എന്തുകൊണ്ടാണ് അനസുമുള്ളെ നിങ്ങൾ മറന്നു പോകുന്നത്? നാളെ ആരംഭിക്കുന്ന സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ഉറക്കെ വിളിച്ചു പറ, ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങൾ വിചാരിച്ച ഒരു ഇസ്ലാമിക പ്രബോധകനല്ല. ഞാൻ മറ്റു ചില ലക്ഷ്യങ്ങളുമായി മറ്റു പ്രസ്ഥാനത്തിൽ നിന്ന് വരികയും കാലക്രമേണ പലതിലേക്കും നിങ്ങളെ കൊണ്ടുപോകാൻ എനിക്ക് പിന്നിൽ നിന്ന് സപ്പോർട്ടുണ്ട്. ഇത് ഞാൻ വെറുതെ പറയല്ലോ, ഇതാണ് സത്യം. ഈ സത്യം നിങ്ങൾ തിരിച്ചറിയുമ്പോഴേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ ഈ ടീം ഒരുപാട് വ്യതിചലിപ്പിച്ചിട്ടുണ്ടാവും. അന്ന് നിങ്ങൾക്ക് പോലും നിങ്ങളുടെ വ്യതിയാനം തിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ നിങ്ങൾ ഇത് സ്നേഹത്തോടു കൂടി പറയാൻ. നിങ്ങൾ ഞങ്ങളെ തല്ലിക്കോളൂ, കൂക്ക് വിളിച്ചോളൂ, മാറ്റി നിർത്തിക്കോളൂ. ഞങ്ങളിൽപ്പെട്ട ചില ആളുകൾ സമ്മേളന പന്തലിൽ വരുമ്പോ അവരെ ജിന്നെന്ന് വിളിച്ച് ആട്ടി ഓടിച്ചോളൂ. നിങ്ങളുടെ കൈകളിലെ എല്ലാവിധ അധികാരങ്ങളും പണവും നിങ്ങൾ ഉപയോഗിച്ചോളൂ. പക്ഷേ രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ വരും. എന്തെല്ലാം നിലക്കുള്ള ദുർവ്യാഖ്യാനങ്ങളാണ് ഈ രംഗത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ വലുവന്നവും എന്നതിന്റെ എന്നെ ക്രൂശിച്ചോളൂ, എനിക്കൊരു വിരോധമൊന്നുമില്ല. പക്ഷെ ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോ ഒരു ഫോൺ ചെയ്തിട്ട് ഞങ്ങളോട് ചോദിക്കും. ഓരോ നാടുകളിലും രണ്ട് നിലക്കുള്ള തോന്നിവാസങ്ങൾ പറഞ്ഞ് പരച്ചുന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളോടാരാ പറഞ്ഞു? അതാണോ ഒരു മുസ്ലിമിന്റെ നിലവാരം? അതാണോ മുസ്ലിമീങ്ങളെ നമ്മുടെ നിലവാരം? ആണോ? അപ്പൊ ഞാന് മാധ്യമം പത്രത്തിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നപ്പോ ഞങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. മാധ്യമത്തിൽ വാർത്ത വന്നപ്പോ ഞാൻ മാധ്യമത്തിന്റെ ആളുകളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്.
ഏറ്റവും മനുഷ്യന്റെ ഇപ്പൊ വ്യഭിചാരാരോപണം ഉണ്ടായാൽ അത് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കണം. 4 സാക്ഷികൾ അതിനുണ്ട്. ഓരോ ആരോപണവും നിങ്ങൾക്ക് ഞങ്ങളോടൊന്ന് ചോദിച്ചിട്ട് പോരായിരുന്നോ പത്രത്തിൽ ഈ വാർത്ത കൊടുക്കാൻ? ലോകം മുഴുവനും അറബ് നാടുകളിലും പലയിടത്തും നിങ്ങൾ ഇത് പ്രസിദ്ധീകരിച്ചു. ലോകത്തെ മുഴുവൻ മലയാളികളും കണ്ടു. ഞങ്ങളുടെ പേരിൽ ആരോ പറയുമ്പോഴേക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് വാദമുണ്ടോ നിങ്ങൾ ചോദിക്കണ്ടേ? കാരണം ഗുരുതരമായ ശിർക്കല്ലേ. തൗഹീദിന് വേണ്ടി ജീവിക്കുന്ന പ്രബോധകരെ കുറിച്ചാണ് നിങ്ങളത് കേൾക്കുന്നത്. അങ്ങനെ ഒരു ബാധ്യത പത്രധർമ്മത്തിലില്ലേ? അതല്ല നിങ്ങൾക്കത് ഇല്ലേ എന്ന് ഞാൻ അന്ന് ചോദിച്ചിരുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാരോട് വളരെ സ്നേഹത്തോടു കൂടി പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വരുന്ന അപകടത്തെ കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കണം. 1. 2, ഇതിലൊക്കെ എന്താണ് ആദർശപരമായ ഒരു വലിയ പ്രശ്നം ഇവിടെ നടക്കുന്നത്. ഈ ജിന്നും യാ ഇബാദല്ലയൊക്കെ ഇവിടെ ചർച്ചയാക്കാൻ ഒരു കാരണം ഉണ്ടായിട്ടുണ്ട്. ആ കാരണം എന്താണെന്നറിയോ? അത് ഹദീസ് നിഷേധമാണ്. ഹദീസ് നിഷേധം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഒരാള് പ്രസംഗിക്കുകയാണ്. അയാൾ എന്റെ ക്ലിപ്പിംഗ് ഒന്നും ഇപ്പൊ ഞാൻ ഇവിടെ ഇടുന്നില്ല, പിന്നെ ഒരു ആവശ്യം വരുമ്പോ നമുക്ക് ഇടാം. അതായത് ഖുർആനും സുന്നത്തും തുല്യമാണ്, ഒരേപോലെയാണ്, ഖുർആനേക്കാൾ വലിയ പ്രാധാന്യം ചിലപ്പോൾ ഹദീസിനുണ്ട് എന്ന് പറയുന്ന ഒരു ടീം ഇവിടെ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് എന്ന് പ്രസംഗിക്കുന്നത് എനിക്ക് കേൾക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. ഖുർആനിനെ ഹദീസിനെ അപേക്ഷിച്ചുള്ള ശ്രേഷ്ഠത എന്താണ്? ഇപ്പൊ അലിഫ് ലാം മീം, അലിഫ് ഒരു അറഫാണ്, ലാം ഒരു അറഫാണ്, മീം ഒരു അറഫാണ്. ഞാനിത് പഠിപ്പിക്കുക നിങ്ങളെ എന്റെ സമയത്തിൽ നിന്നുകൊണ്ട്. നേരത്തെ അഖീദയുമായി ബന്ധപ്പെട്ട് യാ ഇബാദത്തുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ക്ലിപ്പിങ്ങിലൂടെ സാജിദ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാനിവിടെ പറയുന്നത് ഹദീസിന്റെ സ്ഥാനം ഇസ്ലാമിൽ എന്താണ്, അത് പഠിച്ചേ അടങ്ങും നമ്മള്. അത് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടം വരാനുണ്ട്. വലിയ അപകടം, നമ്മുടെ മഹ്ശറയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ, ഇവിടുത്തെ മുഴുവൻ വിശ്വാസികളെയുമാണ് ഞാൻ പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം, പദവിയിൽ ഖുർആനിനാണ് 1ാം സ്ഥാനം. എന്റെ വാക്ക് ഒരിക്കലും കോട്ടിമാട്ടരുത്. ശ്രദ്ധിച്ച് ഞാൻ ഉപയോഗിച്ച പദത്തെ നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. സമസ്തയും ജമാഅത്തെ ഇസ്ലാമി മടവൂരികളും എല്ലാവരും അങ്ങനെ തന്നെ മനസ്സിലാക്കും. പദവിയിൽ 1ാം സ്ഥാനം ഖുർആനിനാണ്, പദവിയിൽ 2ാം സ്ഥാനം ഹദീസ്. എന്നാൽ പ്രമാണപരമായി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തുല്യ സ്ഥാനമാണ് രണ്ടിനും. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അതായത് അലിഫ് ലാം മീം, അത് ഓരോ ഉച്ചാരണത്തിനും 10 കൂലി. എന്നാൽ ഒരു ഹദീസ് ഉച്ചരിച്ച അതിന് 10 കൂലിയില്ല. അപ്പൊ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കും. അതുപോലെ ഖുർആനും സുന്നത്തും എന്ന് പറയുമ്പോണ്ടാണ് അല്ലാഹ് ഒരു കാര്യം ഹറാമാക്കി ഖുർആനിൽ. അതിനെത്ര പ്രാധാന്യമുണ്ടോ അത്ര പ്രാധാന്യം അള്ളാന്റെ റസൂൽ ഒരു കാര്യത്തിൽ ഹറാമാക്കിയാലുണ്ട്. ഇത് തമ്മിൽ വേർതിരിച്ചു മനസ്സിലാക്കിയാൽ മതി. പദവിയുടെ കാര്യത്തിൽ ഖുർആനാണ് 1ാം സ്ഥാനത്ത്, പദവിയുടെ സ്ഥാനം ഹദീസിനാണ് 2ാം സ്ഥാനം. എന്നാൽ പ്രമാണപരമായി രണ്ടിനും തുല്യസ്ഥാനമാണ്. അതറിയാത്തതാണ് ഇവിടുത്തെ കുഴപ്പം. ഞാൻ ഖുർആൻ ഉദ്ധരിക്കാം, ഞാൻ നിങ്ങളെ ഖുർആൻ ഉദ്ധരിക്കാം. യാ അയ്യുഹല്ലദീന ആമനു സ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹീകും. കണ്ടോ, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒന്നിലേക്ക് അല്ലാഹ് നിങ്ങളെ ക്ഷണിച്ചാൽ, തീർന്നില്ല, റസൂൽ നിങ്ങളെ ക്ഷണിച്ചാൽ. ഇതെന്താ എങ്ങനെ വരാൻ? ഇതിന്റെ തഫ്സീർ നോക്കിക്കോ. ഖുർആനിലെ 8ാം അധ്യായം 25ാമത്തെ വാചകമാണ്. 28 സൂറത്ത് അൻഫാലിലെ 25ാമത്തെ വാചകമാണ്. അല്ലാഹു റസൂൽ നിങ്ങളെ വിളിക്കുന്നു നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒന്നിലേക്ക്. അപ്പൊ ഖുർആനും സുന്നത്തും അവിടെ തുല്യമായ പ്രമാണമായി നമ്മെ അല്ലാഹ് പഠിപ്പിക്കുകയാണ്. തീർന്നില്ല. വൈദാ ഖീല ലഹും തആലൗ ഇലാ മാ അൻസലല്ലാഹു വ ഇലർ റസൂലി ഖാലു ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ. 5ാം അധ്യായം 104ാമത്തെ വചനമാണ്. ഈ വചനത്തിൽ പറയുന്നതോ അല്ലാഹ് അവതരിപ്പിച്ചതിലേക്കും വരൂ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കല്ല. അല്ലാഹ് അവതരിപ്പിച്ചതിലേക്കും റസൂലിന് കിട്ടിയ ഹദീസിലേക്കും വരൂ എന്ന് കണ്ടോ, അവിടെ തുല്യ പ്രാധാന്യം. ഇനിയോ ഹജ്ജത്തുൽ വിദാഇലെ റസൂലുള്ളാഹിന്റെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? തറക്തു ഫീകും അംറൈനി, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. അത് പ്രമാണമാണ്. അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിവേക്കൂല. എന്നാ പദവിയിലോ ഖുർആൻ 1ാം സ്ഥാനം, പ്രമാണത്തിലോ ഉദാഹരണം പറയാം. ഒരു കാര്യം ഖുർആനിലുണ്ടോ നോക്കി, ഇല്ല. ഹദീസ് സ്ഥിരപ്പെട്ടു എങ്കിൽ ഖുർആനിൽ സ്ഥിരപ്പെട്ടതുപോലെ ആ ഹദീസിൽ സ്ഥിരപ്പെട്ടത് സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലാവണുണ്ടോ? ഈ പറയുന്ന ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? ഇനി നിങ്ങൾ ചിന്തിച്ചോളൂ. വിശുദ്ധ ഖുർആൻ ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂലി. കണ്ടോ, മതപരമായ കാര്യം അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ
ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കി. മാത്രമല്ല, ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവനാണെങ്കിൽ അവന്റെ ക്വാളിറ്റി എന്താ? ഞാനൊന്ന് വളരെ സൈലന്റായി പറഞ്ഞോട്ടെ. അതായത് ഒരാൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ക്വാളിറ്റി എന്താണ്? ഞങ്ങൾക്ക് ഖുർആൻ മാത്രം മതി, ബുഖാരി പറ്റൂല, മുസ്ലിം പറ്റൂല, സഹിയായ ഹദീസ് പറ്റൂല, ഞങ്ങളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, അവൻ പറയില്ല. അല്ലാഹ് പറയണത്. എന്നിട്ടല്ല പറയണത് ദാലിക ഖൈറുൻ, അതങ്ങ് ഉത്തമോ. നമ്മുടെ മടവൂർ വിഭാഗത്തോട് സ്നേഹത്തോടു കൂടി എനിക്ക് പറയാനുള്ളതാ, അല്ലാഹുവിന്റെ ഖുർആനും റസൂലിന്റെ സുന്നത്തും അത് സ്വഹീഹാണ് എന്ന് കണ്ടാ പിന്നെ യുക്തിക്കനുസരിച്ച് അളക്കരുത്. നമ്മൾ എന്തേ മനസ്സിലാക്കേണ്ടതുള്ളൂ? ഖുലിഖൽ ഇൻസാനു ലഈഫ, മനുഷ്യൻ ദുർബലനാണ്, പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിമിതിയുണ്ട്. ആ പഞ്ചേന്ദ്രിയത്തിന്റെ പരിമിതി കൊണ്ടാവാം എനിക്കിത് ഉൾക്കൊള്ളാൻ കഴിയാത്തത്. എന്റെ നാഥനല്ലേ ഇത് പറയുന്നത്, വഹിയുള്ള റസൂലല്ലേ ഇത് പറയുന്നത്, ഞാനതല്ലല്ലോ, എനിക്കിത് മനസ്സിലാവില്ലല്ലോ. അവിടെ എന്നോട് പറഞ്ഞത് എന്താണ്? അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങളുടെ സൂറത്ത് നൂറ് ഇന്ന് ചെന്നിട്ട് ഒരു അരമണിക്കൂർ ഉറക്കൊഴിഞ്ഞാലും ആ ഉറക്കൊഴിച്ചിലും മരിച്ചാൽ അതിനൊരു പുണ്യം കിട്ടും നമുക്ക്. അതെന്താണെന്നറിയോ? സൂറത്ത് നൂറിലെ 47 മുതൽ 54 വരെയുള്ള വചനങ്ങൾ പഠിച്ചിരിക്കണം. എന്താ അങ്ങനെ പറയാൻ? അതിലെ 47ാമത്തെ വചനം എന്താ അറിയോ? അതായത് ഒരു വിഭാഗം ആളുകൾ അവരെന്ത് ചെയ്തു? അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചു എന്നവർ പറഞ്ഞു. തീർന്നില്ല, ആ ഒരു രണ്ടിനെയും ഞങ്ങൾ അനുസരിച്ചു കൊള്ളാമെന്നും അവർ പറഞ്ഞു. ഒന്നുകൂടെ കേട്ടെ, സാധാരണക്കാരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്കിത് മനസ്സിലാകുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിചാരിക്കുന്നു. അതായത് അല്ലാഹുവിലും റസൂലിലും അവർ വിശ്വസിച്ചു, മാത്രമല്ല അനുസരിക്കാമെന്നും അവർ പ്രതിജ്ഞ ചെയ്തു. എന്നിട്ട് അല്ലാഹു തുടർന്ന് പറയാം, കേട്ടോളി, നമ്മൾ ആ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ടോ? സുമ്മ യതവല്ല ഫരീഖും മിൻഹും മിൻ ബഅദി ദാലിക ഫമാ ഉലൈക ബിൽ മുഅ്മിനീൻ. ആയത്ത് എല്ലാവർക്കും ബാധകമാണ്, സമസ്തക്കാർക്ക് ഈ ആയത്ത് ബാധകമാണ്. ജമാഅത്ത് ഇസ്ലാമിക്ക് ഇതിൽ അബ്ദുറഹ്മാനും അബ്ദുള്ളയൊക്കെ ഈ ആയത്തിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകാറുണ്ട് പലപ്പോഴും. അതെന്താ? അത് സലാം സുല്ലമിക്ക് സംഭവിച്ചിട്ടുണ്ട്, അത് കെ.വി. അബ്ദുൽ ലത്തീഫ് മൗലവിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വെറുതെ പറയല്ല, അത് ഞാൻ ക്ലിപ്പിംഗ് ഇട്ട് തെളിയിക്കും. ഇപ്പം വലിയ നേതാക്കന്മാരവരൊക്കെ ആണല്ലോ, നിങ്ങളത് മനസ്സിലാക്ക്. എന്താണ് ഇവിടുത്തെ അബദ്ധം, എന്താണ് ഇവിടുത്തെ അപകടം, ദീനിന്റെ പ്രമാണത്തോട് ഇവരെവിടെ വിയോജിക്കുന്നു എന്ന് ഞങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്ക്. ഇവിടെ ഞാൻ പറഞ്ഞുവല്ലോ, ഈ ആയത്തിൽ പിന്നെ പറയുന്നെന്താ? അള്ളാനെ കൊണ്ടും റസൂലിനെ കൊണ്ടും ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയാൻ മാത്രമല്ല, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്നും പ്രഖ്യാപിച്ചു. സുമ്മയതവല്ലാ ഫരീഖും മിൻഹും മിൻ ബഅദി ദാലിക ഫമാ ഉലൈക ബിൽ മുഅ്മിനീൻ. പക്ഷെ പിന്നീട് അവർ തിരിഞ്ഞു കളയുന്നു. അതിന്റെ ഏറ്റവും പ്രകടമായ, ഞാൻ ഈ ആയത്തിന് ടച്ച് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെ എന്നൂടി അത് നിങ്ങൾക്ക് ഏറ്റവും ലളിതമായി മനസ്സിലാകാനാണ്. ഏറ്റവും ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാകാനാണ് ആ ഭാഗം ഞാൻ എടുത്ത്. നോക്ക് മുജാഹിദുകളെ, സുഹൃത്തുക്കളെ, നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീർപ്പ് കൽപ്പിക്കണമല്ലോ. ഇത് കണ്ടോ നിങ്ങള്? ഇത് അൽമനാറാണ്. എപ്പോഴത്തെ അൽമനാറാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇതെന്താ ഞാൻ ഇങ്ങനെ പറയണെന്ന് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും. നോക്ക്, 1971 സെൽസബിയിൽ യായിബാദുള്ള ഉമർ മൗലവി ചർച്ച ചെയ്തല്ലോ, ഓഗസ്റ്റിലായിരുന്നു അത്. 1971 ഓഗസ്റ്റ്, 41 കൊല്ലം മുമ്പ്. അതെങ്കിലും നിങ്ങൾ അംഗീകരിക്കും. അന്ന് ഞാനൊന്നും ജനിച്ചിട്ടില്ല, ഷാജി ജനിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ഞങ്ങൾക്കാർക്കാ എന്ത് വാശി? ഞങ്ങളുടെ മനസ്സിന്റെ വേദന നിങ്ങൾക്കറിയോ? സത്യം നിങ്ങൾക്കറിയോ? എന്റെ ഉപ്പ, ഞാനത് പറയണ തുറന്നു, എനിക്കതിനൊരു മടിയും തോന്നിയിട്ടില്ല. ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് എന്റെ കയ്യും പിടിച്ച് ഫറൂഖ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഓർമ്മ എനിക്ക്. ചെറിയ പൈതലെ അന്ന് മുതൽ ഇക്കഴിഞ്ഞ ചങ്ങരംകുളം വരെ സമ്മേളനത്തിലെ ഫുൾ ടൈം മെമ്പറാണ് ഞാൻ. ഇന്ന് ഞാൻ അവിടെ ചെന്നാൽ എന്റെ പല്ല് കൊഴിച്ചു കളയുന്ന ഭീഷണിപ്പെടുത്തിയവരുണ്ട് അവിടെ. ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് വേദനയില്ല ഞങ്ങൾ വിചാരിച്ചത്. ഞങ്ങളുടെ മകളുടെ കല്യാണം തെറ്റിയാൽ ഞങ്ങൾക്ക് ഇത്ര വേദനയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഞങ്ങൾ സ്നേഹിച്ച പോലെ ഇന്ന് ഈ പ്രസംഗിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ സ്നേഹിച്ചിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താ? ഈ രണ്ടാളുകളുണ്ടല്ലോ, നേരത്തെ കാണിച്ച ഹനീഫ് കായ അനിസും, ഏറ്റവും കൂടുതൽ ഡേറ്റ് കൊടുത്തിട്ട് ഫോൺ ഓഫ് ആക്കിയിട്ട് പരിപാടിക്ക് അറ്റൻഡ് ചെയ്യാത്ത രണ്ടാളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആരെന്ന ചോദ്യത്തിന് മുജാഹിദുകൾക്ക് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, അനസും ഹനീഫയും എന്ന മറുപടി. ഇവർക്ക് ഈ പ്രസ്ഥാനത്തോട് സ്നേഹം ഉണ്ടായിരുന്നല്ലേ എന്നാൾക്ക് ആ ഒരൊറ്റ സംഭവം മതി. മനസ്സിലായോ? ഞാനിതൊന്നും ഇപ്പൊ പറയില്ല. ഞാൻ ഈ അൽമനാർ ഉദ്ധരിക്കുന്ന കണ്ണ് തുറക്കാൻ വേണ്ടിയാണ്. മടവൂർ വിഭാഗത്ത് ഞാൻ ചോദിക്കട്ടെ, 1971 നമ്മൾ പിരിഞ്ഞുക്കോ? നമ്മൾ 2002 പിരിഞ്ഞത്. 2002 ഓഗസ്റ്റ് 26 24 നിങ്ങൾ എഴുതിയത്. അന്ധവിശ്വാസത്തിലേക്ക് പോയി. ഇത് കണ്ടോ? ഇത് അൽമനാറാണ്.
ഞാനിത് ഉദ്ധരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഗൗരവമായി നമ്മൾ അറിയേണ്ട ഒരു പോയിന്റ് നിങ്ങൾ വായിച്ച് കേൾപ്പിച്ചിട്ടൊരു വിഷയത്തിലേക്ക് വരാനാണ്. അതെന്താണ്? സിഹിർ യാഥാർത്ഥ്യമാണ്. മടവൂരികൾ പറയുന്നു അല്ല. ജമാഅത്തെ ഇസ്ലാമിയിലെ ടി ആരിഫ് അലി സാഹിബ് പറയുന്നു സിഹിർ ബാധയുണ്ട്, ഏൽക്കും, നബിക്ക് ഏറ്റിട്ടുണ്ട്. സത്യം. നേരെ മറിച്ച് നിങ്ങൾ ഓ അബ്ദുറഹ്മാനോടോ അബ്ദുള്ളനോട് ചോദിച്ചു നോക്ക്, അവർക്ക് വേറെ അഭിപ്രായമുള്ളത്. മൗദൂദി സാഹിബിനോ ബാധിക്കുന്നതാണ്, എന്നാ വേറെ ചില വിഷയത്തിലോ എതിരഭിപ്രായമാണ്. കണ്ണൂറുണ്ടോ? നിങ്ങൾ ചോദിച്ചു നോക്ക്. അമാനുവൽ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അമാനുവൽ ഉണ്ടായിരുന്നേ പറയും ഞാൻ ഇതിനല്ലേ ഇസ്ലാമിക ജീവിതം പറഞ്ഞ്. ജാഹിലിയ ജീവിതം എന്നല്ലല്ലോ എന്റെ ബുക്കിന്റെ പേര്, ഇസ്ലാമിക ജീവിതം എന്നാണല്ലോ, അന്ധവിശ്വാസി ജീവിതം എന്നല്ലല്ലോ. അതെ നിങ്ങൾക്ക് വായിച്ചേൽപ്പിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്നത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. അതെന്താ? 971 മുജാഹിദുകൾക്കിടയിൽ ഒരൊറ്റ പണ്ഡിതനും, അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് മടവൂരികൾക്ക് വെളിച്ചുണ്ടാകാനാണ്, മരിച്ചു പോകും. നിങ്ങളോടാ പറയുന്നത്, സ്നേഹത്തോടു കൂടിയാ പറയും. നിങ്ങൾ ഉണ്ടാക്കിയ പുകിലാണ് ഇന്ന് ഈ പ്രസ്ഥാനം അനുഭവിക്കുന്ന മുഴുവൻ. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ ദീന്ന് പിഴച്ചു പോകുന്നത് കൊണ്ടാണ് അത് സംഭവിച്ചത്. 971 ഷെയ്ഖ് മുഹമ്മദ് മൗലവി എന്ന് പറയുന്ന ഹദീസ് പണ്ഡിതനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അൽമനാറിൽ ഇതിന്റെ ചീഫ് എഡിറ്ററായ PK മൂസ മൗലവി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അമാനുവലിയുടെ തഫ്സീറിന്റെ കൂടെ ഉണ്ടായിരുന്ന PK മൂസ മൗലവി തീർന്നില്ല. NV അബ്ദുസ്സലാം മൗലവി, അരീക്കോട്ട് നിന്ന് വന്ന ആളുകൾ ഉണ്ടാവുമല്ലോ ഇവിടെ. NV അബ്ദുസ്സലാം മൗലവി അതിന്റെ എഡിറ്റർ. അന്ന് സഹോദരങ്ങളെ, അന്ന് ബുഖാരിയെ കുറിച്ച് മുജാഹിദുകളുടെ അഭിപ്രായം എന്താ? ഇമാം ബുഖാരിയെ കുറിച്ചും ബുഖാരി ഇമാമിന്റെ സഹീഹുൽ ബുഖാരിയെ കുറിച്ചും നമ്മുടെ അഭിപ്രായം എന്താ? ആ അഭിപ്രായമാണ് ഞങ്ങൾക്കെങ്കിൽ, എന്റെ ചോദ്യം ശരിക്കും ശ്രദ്ധിച്ചോളി. സക്കരിയ സ്വലാഹിക്കും അബ്ദുൽ ജബ്ബാർ മൗലവിക്കും സാജിദിനും എനിക്കും അതുപോലെ ഞങ്ങളോടൊപ്പമുള്ള മുഴുവൻ ആളുകൾക്കും, ഈ ആളുകൾക്ക് ഷെയ്ഖ് മുഹമ്മദ് മൗലവി ബുഖാരിയെ പറ്റി എന്ത് പറഞ്ഞുവോ അതാണ് ഞങ്ങൾക്കുള്ളതെങ്കിൽ, ഞങ്ങളാണോ ഇസ്ലാഹി പ്രസ്ഥാനത്ത് നിന്ന് പിഴച്ചത്? അതല്ല ചേകന്നൂരിന് പിഴച്ചു എന്ന് ഷെയ്ഖ് മുഹമ്മദ് മൗലവി എഴുതിയ അതേ പിഴവ് കേവിക്കും, അതേ പിഴവ് നേമത്തുള്ള ഫാറൂഖിക്കും, അതേ പിഴവ് ടിപിക്കും, അതേ പിഴവ് ഹുസൈൻ മടവൂരിനും, അതേ പിഴവ് സലാം സുല്ലമിക്കും സംഭവിച്ചാൽ അവരാണോ യഥാർത്ഥ സലഫികൾ? ഞങ്ങളാണ്. ഇനി ഇതിൽ കവിഞ്ഞ് വിശദീകരിക്കാൻ ഞാൻ മലക്കുന്നല്ല. ഒരു പച്ച മനുഷ്യൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ടത് എങ്ങനെ ഞാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതിന് എന്താ അറിയോ? നിങ്ങള് സൂറത്ത് ത്വാഹയിൽ ആ പ്രാർത്ഥന ശ്രദ്ധിച്ചില്ലേ? യഫ്ഖഹു ഖൗലി, അല്ലാഹ് എന്റെ വാക്കുകൾക്ക് മനസ്സിലാവണേ അല്ലാഹ്, വയസ്സിർ ലി അംരി ഫിദ്ദുനിയ വൽആഖിറ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. വയസ്സിർ ലി അംരി, എന്റെ കാര്യം എളുപ്പമാക്കി തരണേ. എനിക്ക് കേട്ടോളി, സഹീഹുൽ ബുഖാരിയെ കുറിച്ച് 2 ലക്കങ്ങളിലായി അൽമനാറിൽ 2 ലക്കല്ല, കുറെ എഴുതിയിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ എഴുതിയ 2 ലക്കങ്ങൾ, അതിലൊരു ലക്കമാണ് ഞാൻ നിങ്ങളെ അതിന്റെ തലക്കെട്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട മടവൂരികളോട്, എന്റെ സുഹൃത്തുക്കളുണ്ട് ഇവിടെയൊക്കെ, നിങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കി. ഇത് നോക്ക്, സഹീഹുൽ ബുഖാരി